കേരളത്തിലെ കോൺഗ്രസ് ക്രൈം സിൻഡിക്കേറ്റിന്റെ പിടിയിലാണെന്ന് എ റഹീം എം പി. പ്രതിപക്ഷ നേതാവിന് പോലും ഈ സംഘത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന സ്ഥിതിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഖത്തറിൽ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത തീരെ ഇല്ലാത്ത ഒരു സംഘമാണ് കോൺഗ്രസിലെ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് എ റഹീം പറഞ്ഞു. ഹൂ കെയേഴ്സ് എന്നതാണ് അവരുടെ ടാഗ്ലൈൻ. ഷൈൻ ടീച്ചറാണ് ആ സിൻഡിക്കേറ്റിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു. ദൗർഭാഗ്യവശാൽ ആ ക്രൈം സിൻഡിക്കേറ്റ്, കോൺഗ്രസിലെ ഒരു വിഭാഗം വരുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിന്റെ സമ്മർദ്ദങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് പോലും വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു. ശ്രീ സണ്ണി ജോസഫ് ആ ക്രൈം സിൻഡിക്കേറ്റിന് മുമ്പിൽ ഭയപ്പെട്ടു പോകാൻ. ആ ക്രൈം സിൻഡിക്കേറ്റിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് നിലവിലത്തെ എറണാകുളത്ത് നിന്ന് വന്ന ഷൈൻ ടീച്ചറുടെ പ്രശ്നം. അന്തരിച്ചുപോയി AKG മുതൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ വരെ, ഏറ്റവും ഒടുവിൽ ശ്രീ വി ഡി സതീശൻ. ആഗോള അയ്യപ്പ സംഗമത്തിന് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വന്നതിനെ റഹീം ന്യായീകരിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. SNDP എന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയാണ്. എങ്ങനെയാണ് ഈ വാർത്തയുടെ ആധാരമെന്ന് എനിക്കറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഇതിന് തുല്യമായ വേറൊരു ആക്ഷേപം വേറൊരു കൂട്ടർ എന്താ പറഞ്ഞത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞത് എന്താ? നിങ്ങൾ പൗരത്വ ഭേദഗതിയുടെ അന്ന് പൗരത്വത്തിന്റെ പ്രശ്നം ഉയർത്തി കാണിച്ച് അതിനെതിരെ സമരം ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ, മുസ്ലിം വേദിയിൽ CPIMന്റെ വേദിയിൽ നിസ്കരിക്കുന്നു മുസ്ലിയാക്കന്മാർ. എന്നാൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു. ആ പ്രസ്താവനയൊന്നും ഞങ്ങൾ അഡ്മിയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിമാനയാത്രാ ദുരിതമടക്കമുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ സജീവമായി ഉന്നയിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മീഡിയ 1, ദോഹ.